നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രാമഭദ്രയ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 100-ലെ 32 ശ്ലോകങ്ങൾ വരെ പാരായണം ചെയ്ത് അർത്ഥം ചിന്തിച്ചിരുന്നു. 33 തുടങ്ങി 46 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഇപ്പോൾ ശ്ലോകം 32. കച്ചിത് ബലസ്യ ഭക്തം ച വേദനം ച യഥോചിതം സംപ്രാപ്തകാലം ദാതവ്യം ദദാസിന വിളംബസേ. കാലാതിക്രമണേ ഹേവ്യ ഭക്ത്യവേദനയോർഭൃതാഃ ഭർത്തുരപ്യതികുപ്യന്തി സോനർത്ഥ സുമഹാൻ കൃതഃ. കച്ചിത് സർവേ അനുരക്താസ്ത്വാം കുലപുത്രാ പ്രധാനതഃ കച്ചിത് പ്രാണാംസ്തവാർത്ഥേഷു സംത്യജന്തി സമാഹിതാഃ. കച്ചിജ്ജാനപദോ വിദ്വാൻ ദക്ഷിണപ്രതിഭാനവാൻ യഥോക്തവാദീ ദൂതസ്തേ കൃതോ ഭരത പണ്ഡിതഃ. കച്ചിദഷ്ടാദശാന്യേഷു സ്വപക്ഷേ ദശപഞ്ച ച ത്രിഭിസ്തിഭിരവിജ്ഞാതൈർവേത്സി തീർത്ഥാനി ചാരകൈഃ. കച്ചിത് വ്യപാസ്താനഹിതാൻ പ്രതിയാതാം ച സർവദാ ദുർബലാന നവജ്ഞായ വർത്തസേ രിപുസൂദന. കച്ചിന്നലോകായതികാൻ ബ്രാഹ്മണാസ്താദസേവസേ അനർത്ഥകുശലാഹ്യേതേ ബാലാപണ്ഡിതമാനിനഃ. ധർമ്മശാസ്ത്രേഷു മുഖ്യേഷു വിദ്യമാനേഷു ദുർബുധാഃ ബുദ്ധിമാന്വീക്ഷികിം പ്രാപ്യ നിരർത്ഥം പ്രവദന്തി തേ. വീരൈരന്വേഷിതാം പൂർവം അസ്മാകം താതപൂർവകൈഃ സത്യനാമാം ദൃഢദ്വാരാം ഹസ്ത്യശ്വരഥസങ്കുലാം. ബ്രാഹ്മണൈർക്ഷത്രിയൈർവൈശ്യൈർ സ്വകർമ്മനിരതൈः സദാ ജിതേന്ദ്രിയൈർമഹോത്സ്യാഹൈർ വൃതാമാര്യൈः സഹസ്രശഃ. പ്രാസാദൈർവിവിധാകാരൈർവൃതാം വൈദ്യജനാകുലാം കച്ചിത് സമുദിതാം സ്പീതാം അയോധ്യാം പരിരക്ഷസേ. കച്ചിച്ചൈത്യശതൈർജുഷ്ട സുനിവിഷ്ടജനാകുലഃ ദേവസ്ഥാനൈ പ്രവാഭിച്ഛ താടകൈക്ഷോപശോഭിതഃ. പ്രഹൃഷ്ടനരനാരീകാ സമാജോത്സവശോഭിതഃ സുഹൃഷ്ടസീമാപശുമാൻ ഹിംസാഭിരഭിവർജിതഃ. അദേവ മാതൃകോ രമ്യ ശ്വാപദൈ പരിവർജിതഃ പരിത്യക്തോ ഭയൈ സർവൈ ഖനിഭിക്ഷോപശോഭിതഃ. വിവർജിതോ നരൈപാപൈർമമ പൂർവൈ സുരക്ഷിതഃ കച്ചിജ്ജനപദസ്പീത സുഖം വസതി രാഘവഃ.
46 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. സർഗം 100. ശ്രീരാമൻ നിർത്താതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഭരതനെ രാജ്യകാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉപദേശിക്കുകയുമാണ്. ഒരു രാജാവ് എങ്ങനെയാണ് ഒരു വളരെ പ്രഗത്ഭനും സർവസമ്മതനുമായ രാജാവായി പരിശോഭിക്കേണ്ടതെന്ന ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീരാമൻ. ഇനിയും അതിന് അവസരം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ശങ്ക രാമനുള്ളതുപോലെ നമുക്ക് തോന്നും. അത് ഏകദേശം വാസ്തവവും ആണ്. പിന്നെ ദുഃഖവാർത്ത കേൾക്കുമ്പോൾ ചോദിക്കാൻ അവസരം കിട്ടുകയില്ലല്ലോ. ശ്ലോകം 33. കാലാതിക്രമണേ ഹ്യേവ ഭക്തവേദനയോർഭൃതാഃ ഭർത്തുരപ്യതികൃപ്യന്തി സോനാർത്ഥസുമഹാൻ കൃതഃ. ശ്ലോകം 33-ൻ്റെ അർത്ഥം: ഭക്ഷണം, ശമ്പളം എന്നിവ വേണ്ട സമയത്ത് കിട്ടാഞ്ഞാൽ അവർ ഭരിക്കുന്നവരോട് കോപിക്കുകയും അനർത്ഥമുണ്ടാക്കുകയും ചെയ്യും. ശ്ലോകം 34. കച്ചിത് സർവേനുരക്തസ്ത്വാം കുലപുത്രാ പ്രധാനതഃ കച്ചിത് പ്രാണാംസ്ത പാർത്ഥേഷു സംത്യജന്തി സമാഹിതാഃ. കുലീനരായവരെല്ലാം ഭവാനെ സർവപ്രധാനമായി സ്നേഹിക്കുകയും ഭവാനു വേണ്ടി പ്രാണൻ ത്യജിക്കാൻ വേണ്ടത്ര ശ്രദ്ധാലുക്കളായി വർത്തിക്കുകയും ചെയ്യുന്നില്ലേ? ശ്ലോകം 35. കച്ചിജ്ജാനപദോ വിദ്വാൻ ദക്ഷിണപ്രതിഭാനവാൻ യഥോക്തവാദീദൂതസ്തേ കൃതോ ഭരതപണ്ഡിതഃ. ജനപദനും വിദ്വാനും പ്രതിഭാനവാനും വേണ്ടത് വേണ്ട സമയത്ത് തോന്നുന്നവനെന്നർത്ഥം. പ്രതിഭാനവൻ നിർദ്ദേശിച്ചത് പറയുന്നവനും പണ്ഡിതനുമായ ദൂതരെയും നിയമിച്ചിട്ടുണ്ടല്ലോ. ശ്ലോകം 36. കച്ചിദഷ്ടാദശാന്യേഷു സ്വപക്ഷേ ദശപഞ്ചജ ത്രിഭിസ്ത്രിഭിരവിജ്ഞാതൈർ വേൽസിതീർത്ഥാനി ചാരകൈഃ. ശത്രുപക്ഷത്തിലെ അധികാരികളായ 18 പേരെയും സ്വപക്ഷത്തിലെ 15 പേരെയും 3 ഗൂഢചാരന്മാരെ കൊണ്ട് നന്നായി നിരീക്ഷിച്ച് അറിയുന്നില്ലേ? ഈ 18 പേരെന്ന് പറയുന്നത് മുഖ്യമന്ത്രി, പുരോഹിതൻ, യുവരാജാവ്, സൈന്യാധിപതി, കാരാഗ്രഹാധ്യക്ഷൻ, അന്തഃപുരാധ്യക്ഷൻ, മുഖ്യദ്വാരപാലകൻ, ധനാധ്യക്ഷൻ, വിളംബരകർത്താവ്, പ്രോഡിപാകൻ, ധർമ്മസേനാധിപൻ, വ്യവഹാര നിർണേതാവായ സഭ്യൻ, ജീവനദാനാധ്യക്ഷൻ, വേതന വിതരണാധ്യക്ഷൻ, നഗരരക്ഷകൻ, രാഷ്ട്രാന്തപാലകൻ, ദണ്ഡനാധികാരി, ജലഗിരി വനദുർഗസ്ഥലപാലകൻ ഇവരെല്ലാമാണ്. ഇതിൽ ആദ്യത്തെ 3 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം സ്വപക്ഷത്തിലുള്ളവരുമാണ്. അതാണ് ശത്രുപക്ഷത്തിലെ 18 പേരെയും സ്വപക്ഷത്തിലെ 15 പേരെയും നന്നായി നിരീക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ശ്ലോകം 37. കച്ചിത് വ്യപാസ്താനഹിതാൻ പ്രതിയാതാംശ സർവദാ ദുർബലാനവനവജ്ഞായ വർത്തസേരിഭുസൂദന. നിർദ്ദിഷ്ടകാലത്തേക്ക് നാട് കടത്തപ്പെട്ട് പിന്നീട് തിരിച്ചു വന്നവർ ദുർബലരാണെന്നുറച്ച് ഉപേക്ഷ കാട്ടുന്നില്ലല്ലോ. ശ്ലോകം 38. കച്ചിന്ന ലോകായതികാൻ ബ്രാഹ്മണാസ്താദസേവസേ അനർത്ഥകുശലാഖ്യേതേ ബാലാപണ്ഡിതമാനിന. ലോകയതികരായ ബ്രാഹ്മണരെ അനാദരിക്കുന്നില്ലല്ലോ. പണ്ഡിതമാനികളായ മൂഢന്മാർ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിരുദ്ധന്മാരാണ് എന്ന് മനസ്സിലാക്കണം. ശ്ലോകം 39.
ധർമ്മശാസ്ത്രേഷു മുഖ്യേഷു വിദ്യമാനേഷു ദുർബുധാഃ ബുദ്ധിമാന്വീക്ഷിക്കും പ്രാപ്യ നിരർത്ഥം പ്രവദന്തി തേ. ശ്രേഷ്ഠങ്ങളായ ധർമ്മശാസ്ത്രങ്ങൾ ഇരിക്കുമ്പോൾ കുതർക്കങ്ങൾ ഉന്നയിക്കുന്ന ദുർബുദ്ധിയാൽ നിരർത്ഥമായി ജൽപ്പിക്കുന്നവരാണ് അവരെല്ലാം. ശ്ലോകം 40, 41, 42 ചൊല്ലാം. വീരൈരന്വേഷിതാം പൂർവം അസ്മാകം തത്ര പൂർവകൈഃ സത്യനാമാം ദൃഢദ്വാരാം ഹസ്ത്യശ്വരഥസംകുലാം ബ്രാഹ്മണൈ ക്ഷത്രിയൈർവൈശ്യൈർ സ്വകർമ്മനിരതൈ സദാ ജിതേന്ദ്രിയൈർമഹോത്സാഹൈർ വൃതാമാര്യൈ സഹസ്രശഃ പ്രാസാദൈർവിവിധാകാരൈർവൃതാം വൈദ്യജനാകുലാം കച്ചിത് സമുദിതാം സ്പീതാം അയോധ്യാം പരിരക്ഷസേ. 40, 41, 42 ശ്ലോകങ്ങളുടെ അർത്ഥം. നമ്മുടെ പൂർവികരായ വീരന്മാർ വാണുപോകുന്നതും സത്യനാമവും ദൃഢദ്വാരവും, അതായത് ഉറപ്പുള്ള ഗോപുരവാതിലുകളാൽ പരിരക്ഷിതമായവയും ആന, കുതിര, തേര് എന്നിവ നിറഞ്ഞതും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നീ സ്വകർമ്മനിരതരും ജിതേന്ദ്രിയരും മഹോത്സാഹശാലികളുമായ ആര്യജനങ്ങൾ ആയിരക്കണക്കിന് നിറഞ്ഞുള്ളതും വിവിധാകാരങ്ങളിലുള്ള പ്രാസാദങ്ങൾ തിങ്ങിയതും വിജ്ഞന്മാരുടെ വിഹാരകേന്ദ്രവും ഐശ്വര്യസമൃദ്ധവും സന്തുഷ്ടി നിറഞ്ഞതുമായ അയോധ്യയെ ഭവാൻ നന്നായി പരിരക്ഷിക്കുന്നില്ലേ. 43, 45, 46 ശ്ലോകങ്ങൾ. പ്രഹൃഷ്ടനരനാരീക സമാജോത്സവശോഭിതഃ സുഹൃഷ്ടസീമാ പശുമാൻ ഹിംസാഭിരഭിവർജിതഃ അദേവ മാതൃകോ രമ്യ ശ്വാപദൈ പരിവർജിതഃ പരിത്യക്തോ ഭയൈ സർവൈ ഖനിഭിക്ഷോപശോഭിതഃ വിവർജിതോ നരൈ പാപൈർ മമ പൂർവൈ സുരക്ഷിതഃ കച്ചിജ്ജനപദസ്പീത സുഖം വസതി രാഘവ. 44, 45, 43, 44, 45, 46 ശ്ലോകങ്ങളുടെ അർത്ഥം. 4 ശ്ലോകങ്ങളുടെ അർത്ഥം. നൂറുകണക്കിന് ചൈത്യങ്ങളാലും ദേവസ്ഥാനങ്ങളാലും നല്ല നിലയിൽ വസിക്കുന്ന ജനങ്ങളാലും തണ്ണീർ പന്തലുകളാലും തടാകങ്ങളാലും ശോഭ പൂണ്ടതും സന്തുഷ്ടരായ സ്ത്രീ പുരുഷന്മാരോടുകൂടിയതും സമാജങ്ങളോടും ഉത്സവങ്ങളോടും കൂടിയതും നല്ലതുപോലെ ഉഴുതുമറിച്ച നിലങ്ങളുള്ളതും ധാരാളം ഗോക്കളുള്ളതും ഹിംസാദി കുറ്റകൃത്യങ്ങളില്ലാത്തതും പുഴയിൽ നിന്ന് വെള്ളച്ചാലുകൾ ഉണ്ടാക്കിയതും മനോഹരവും ദുഷ്ടമൃഗങ്ങളുടെ വിഹാരമില്ലാത്തതും ഒരു തരത്തിലുള്ള ഭയവും ബാധിക്കാത്തതും അനവധി ലോഹഖനികളുള്ളതും ദുഷ്ടമനുഷ്യർ ഇല്ലാത്തതും എൻ്റെ പൂർവികന്മാരാൽ നന്നായി പരിരക്ഷിക്കപ്പെട്ടതുമായ ഐശ്വര്യപൂർണമായ നമ്മളുടെ ജനപദം സുഖമായി വർത്തിക്കുന്നില്ലേ. 46 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. 100ാം സർഗത്തിലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.